വെറും ഒരു മിനിറ്റ് കൊണ്ട് അഡ്മിഷന്റെ സമയത്തുള്ള ന്യൂ റേഷ്യോ കണ്ടുപിടിക്കാൻ പഠിച്ചാലോ? എടാ നോക്ക്, അനിലും വിശാലും ഓൾഡ് പാർട്ട്നേഴ്സ് ആണ്. അവരുടെ ഓൾഡ് റേഷ്യോ 3:2 ആണ്. അപ്പോഴാണ് സുമിത് എന്ന പുതിയ ഒരാൾ കയറി വരുന്നു. അയാൾക്ക് നമ്മൾ പുതിയത് എത്ര കൊടുക്കണം? 1/5 കൊടുക്കണം. ഓക്കെ, അപ്പൊ സുമിത്തിന് പുതിയ ഷെയറിൽ എത്ര കൊടുക്കണം? 1/5 കൊടുത്തേ പറ്റൂട്ടോ. അപ്പോ ബാക്കിയുള്ളത് ഇനി എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? ഓൾഡ് പാർട്ട്നേഴ്സിന് എടുക്കാൻ പറ്റുള്ളൂ. സാർ, ബാക്കിയുള്ളത് മീൻസ് എടാ, അതായത് മുഴുവൻ ഒരു ഷെയറിലുള്ളത്, ആ ഒരു ഷെയറിൽ നിന്ന്, അതായത് മൊത്തം ഒരു ഒറ്റ പ്രോഫിറ്റ് ആണുള്ളത്, അതിന്റെ 1/5, അതിൽ 1/5 ആർക്ക് കൊടുക്കണം? സുമിത്തിന് കൊടുക്കണം. ബാക്കിയുള്ളത് വെറും 4/5 ആണ്. ഈ 4/5നെ നമ്മൾ വിളിക്കുന്നത് റിമൈനിങ് ഷെയർ എന്നാണ്. അതായത് പുതിയ പാർട്ട്ണറിന് കൊടുത്ത് ബാക്കിയുള്ള ഷെയർ ആണിത്. ഓക്കെ, ഈ റിമൈനിങ് ഷെയർ ആർക്ക് അവകാശപ്പെട്ടതാ? എടാ, ഈ റിമൈനിങ് ഷെയർ ഓൾഡ് പാർട്ട്നേഴ്സിന് വീതിച്ചെടുക്കാം. അവരെന്ത് കിട്ടിയാലും വീതിക്കുന്നത് ഓൾഡ് റേഷ്യോയില. അപ്പൊ ഈ ബാക്കി കിട്ടി ഈ 4/5 ഇല്ലേ, അതും അവരെന്ത് ചെയ്യും? അവരുടെ ഓൾഡ് റേഷ്യോയിൽ വീതിക്കും. 4/5നെ അവരെങ്ങനെ വീതിച്ചെടുക്കും? ഒരാൾക്ക് 3/5, അതായത് അനിലിന് 3/5, 4/5ന്റെ 3/5 കിട്ടും. സോ 12/25 ആണ് അവന്റെ പുതിയ ഷെയർ. വിശാലിന് ഈ 4/5 എന്ത് ചെയ്യും? 2/5 കൊടുക്കുള്ളൂ. അപ്പൊ 8/25 ആണ് അവന്റെ ന്യൂ ഷെയർ. അപ്പം എല്ലാവരുടെ ഡിനോമിനേറ്റർ സെയിം ആക്കിയാലേ നമുക്ക് പുതിയ റേഷ്യോ എഴുതാൻ പറ്റുള്ളൂ. അപ്പൊ ഇവനെയും കൂടി നമുക്ക് 25ലേക്ക് എത്തിക്കാം. അപ്പൊ എത്ര കിട്ടി? 5/25. അപ്പൊ റേഷ്യോ എത്രയാടാ? റേഷ്യോ എത്രയാ നോക്കൂ. ഇവന്റേത് 12, ഇവന്റേത് 8, ഇവന്റേത് 5. സോ 12:8:5 ആണ് ന്യൂ റേഷ്യോ. എളുപ്പമല്ലേ? ഓക്കെ, അപ്പൊ ഇങ്ങനത്തെ കേസാണ് കൂടുതൽ ചോദിച്ചു കണ്ടിട്ടുള്ളത്. മറ്റു കേസുകൾ അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. ബൈ.